ഹലോ ഗൈസ്, IQOO Z5 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ലോഞ്ച് ചെയ്തിട്ട് ഏതായാലും നമുക്കിതിൻ്റെ ടോട്ടലി ഒരു സ്പെസിഫിക്കേഷൻ ബേസിലുള്ള ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ബെസ്റ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും മികച്ച ഒരു ഫ്യൂച്ചേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫോണാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ആദ്യം ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും അതുപോലെ തന്നെ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ഏകദേശം 650 നിറ്റ്സിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ആണ് ഫോണിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ HDR10ൻ്റെ സപ്പോർട്ടും കൂടി ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നമുക്ക് ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് നോക്കുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. ബട്ട് അതിൽ LED ഡിസ്പ്ലേ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞാൽ LCD ഡിസ്പ്ലേക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ടച്ച് സാമ്പിളിങ്ങും അതുപോലെ തന്നെ റിഫ്രഷ് റേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഒരു LED ഡിസ്പ്ലേ ഇല്ലാത്തത് ഒരു മിസ്സിംഗ് ഫീച്ചറായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഓവറോൾ അതർവൈസ് നമുക്ക് ഒരു സൂപ്പർ ഡിസ്പ്ലേ എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നാൽ ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺ ആണ്, അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് ഫോണാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 778 5G എന്നൊരു ചിപ്സെറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ Android 11 അധിഷ്ഠിതമായി വിവോ IQOO എന്നീ ബ്രാൻഡുകളുടെയൊക്കെ സ്വന്തം യൂസർ ഇൻ്റർഫേസായ FunTouch OS 12 ഇത് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ LPDDR5Xൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് പ്രൊസസ്സർ, അതായത് 128 5G എന്നൊരു പ്രൊസസ്സറും അതുപോലെ തന്നെ ആ ഒരു 5G കണക്ടിവിറ്റിയും അതുപോലെ തന്നെ ഈ ഒരു 5Xൻ്റെ റാമൊക്കെ കൂടുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ഇതിൽ നിന്നും നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. കാരണം അത്രക്കും നല്ല ഒരു പ്രൊസസ്സറും സെറ്റപ്പുമാണ് പെർഫോമൻസിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫോണിനെ ഗെയിമിംഗ് ഫോണായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഗെയിമിംഗ് ബൂസ്റ്റ് സെറ്റപ്പായിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പെർഫോമൻസിൻ്റെ സൈഡിൽ യാതൊരുവിധ ഇഷ്യൂസും ഇല്ലാതെ ഒരു പവർഫുൾ പ്രൊസസ്സർ എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഇനി ഇതിൻ്റെ ക്യാമറയുടെ സൈഡിലേക്ക് വന്നാൽ 64 മെഗാ പിക്സലിൻ്റെ ഒരു ട്രിപ്പിൾ റിയർ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. 64 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറുമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ സെൽഫി ക്യാമറയിലേക്ക് വന്നാൽ 16 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് 1080p റെസൊല്യൂഷനിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ക്യാമറയുടെ ഭാഗം നമുക്ക് ഓവറോൾ ഒരു ഗുഡ് സെറ്റപ്പ് തന്നെയാണ്. ബട്ട് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് തന്നെ ചെക്ക് ചെയ്യേണ്ടി വരും. ഇനി ഇതിൻ്റെ ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നാൽ 5000 mAh ഒരു ബാറ്ററിയും അതുപോലെ തന്നെ USB Type-C പോർട്ടാണ് ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 44 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ ഭാഗത്ത് ഒന്നും പറയാനില്ല, ഒരു മികച്ച സെറ്റപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ഓക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് തന്നെയാണ്. ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ അവൈലബിൾ ആണ്. ഫോണിൻ്റെ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6.49 mm തിക്നെസ്സോടുകൂടി 193 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഏറ്റവും സ്ലിമ്മായിട്ടുള്ള ഒരു ഫോണാണിത്. 200 ഗ്രാമിന് താഴെ വെയിറ്റ് വരുന്ന ഫോണാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഫോണായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അതുപോലെ തന്നെ ഇത് നമുക്ക് 2 കളർ വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. മിസ്റ്റിക് സ്പേസ് എന്നൊരു കളറും ആർട്ടിക് ഡൗൺ എന്നൊരു കളറുമാണ്. അതായത് ബ്ലൂവും ഒരു വൈറ്റും ആയിട്ടുള്ള 2 തരത്തിലുള്ള ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൈസ് റേഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ 8GB 128GB എന്നൊരു ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 23,990 രൂപയും ഹയർ വേരിയൻ്റായ 12GB 256GB എന്നൊരു വേരിയൻറ്റിൻ്റെ വില വരുന്നത് 26,999 രൂപയുമാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു സമയത്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഓഫേഴ്സൊക്കെ തട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 21,000 രൂപക്കൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് ഓവറോൾ നോക്കുമ്പോൾ ഒരു ഗുഡ് സെറ്റപ്പ് തന്നെയാണ്. 2 ഡ്രോബാക്സ് ആയിട്ട് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്, ഒന്ന് ഇതിൻ്റെ LED ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഇതിൻ്റെ പിറകിലായിട്ടുള്ള ഒരു ഗ്ലാസ് ബോഡിയുമാണ്. ഇത് 2 കൊടുത്തിരുന്നെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാമായിരുന്നു.
അതർവൈസ് ഒരു ഗുഡ് സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.